ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇത്രയും കർശനമായി ഈ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ആരെയും വെള്ളം തേക്കാനോ ആരെയും ന്യായീകരിക്കാനോ ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരെ വെള്ളം തേക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. വയറിളക്കം പിടിച്ച ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ പാസ്റ്റർമാരെ ന്യായീകരിക്കുന്നില്ല, അല്ലെങ്കിൽ വെള്ളം തേക്കുന്നില്ല. വചനം തൂക്കി വിറ്റ് പണമാക്കി മാറ്റുന്ന കച്ചവടക്കാരെയും വെള്ളം തേക്കുന്നില്ല, ബന്ധക്കോസുകാരനെയും വെള്ളം തേക്കുന്നില്ല, പൗരോഹിത്യ മതക്കാരനെയും ഒന്നും വെള്ളം തേക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം, കർത്താവിൻ്റെ വചനം സത്യസന്ധമായി സത്യമായി തന്നെ അത് വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന വിഷയം എന്നാന്ന് ചോദിച്ചാൽ, എല്ലാ കള്ളത്തരങ്ങൾക്കും ഉപഭോക്താക്കൾ ഇവിടെ ഉണ്ട് എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന വിഷയം. ഏത് കള്ളത്തരത്തിനും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എന്ത് ദുരുപദേശം പറഞ്ഞാലും അതിൻ്റെയൊക്കെ കൂടെ ആളുകളുണ്ട്. ഒരു ഉദാഹരണം പറയാമെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായല്ലോ. അതെന്തുകൊണ്ടാണ് വിഷയം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് പുള്ളിക്കാരത്തി വരുന്ന സമയത്ത് അതിന് കാഴ്ചക്കാരായിട്ട് ഒരു സെറ്റ് ഞരമ്പന്മാരിവിടെ ഉണ്ട് എന്നുള്ളതാണ്, ഒരു സെറ്റ് ഉപഭോക്താക്കളുണ്ട് എന്നതാണ് അതത്രയും വിഷയമായത്. കാരണം അത് നിൽക്കട പോലെ തിരിഞ്ഞു നിന്നാൽ കാണാനുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് പുള്ളിക്കാരത്തെ അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കാണാൻ ആളുള്ളത് കൊണ്ട് അത് മാർക്കറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ, ഈ കാണാൻ പോയവരുടെ പെങ്ങളോ ഭാര്യയോ അമ്മയോ ഒക്കെ ആണെങ്കിൽ ഇവരിതിന് വിടുകയില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ വിടുകയില്ലെന്നുള്ളതാണ് എൻ്റെ സത്യം. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും വ്യക്തിപരമായി ഇതൊന്നും വിടുകയില്ല. പിന്നെ സ്വാഭാവികമായിട്ട് പറയുന്നത്, ഇപ്പോൾ പെന്തക്കോസുകാരൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, പൃഷ്ഠം കാണാൻ ആളുള്ളത് കൊണ്ടാണ് അത് വിറ്റ് കാശാക്കിയത്, അല്ലെങ്കിൽ കാണിച്ച് കാശാക്കിയത്. ഇതുപോലെ തന്നെയാണ് ഈ വചന സംബന്ധമായ കാര്യങ്ങളും. ഇതെല്ലാത്തിനും ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഏത് ദുരുപദേശം വന്നാലും ആ കൂട്ടത്തിൽ കൂടാൻ ആളുണ്ട്. ദൈവത്തിൻ്റെ സ്വരമാണെന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് അത് കേൾപ്പിച്ചപ്പോൾ അത് കേൾക്കുന്നിടത്തും ആളുണ്ട്. കേരളത്തിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്ത് വൃത്തികേട് കാണിച്ചാലും ആ കൂടെ എല്ലാം കൂടാനുള്ള ആളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് ഈ നെടുനീളം ദാരിദ്ര്യം വരുന്നത് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. നല്ലൊരു ശതമാനം ജനവും ദാരിദ്ര്യത്തിൻ്റെ പിടിയിലേക്ക് കൂപ്പുകുത്തി എന്നത് അസത്യം. ഇന്ത്യ ഗവൺമെൻറ് പോലും ഇപ്പോൾ റിപ്പോ നിരക്കിൽ 0.25% കുറയ്ക്കേണ്ടി വന്നത് അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ പിടിവിട്ട് കൂപ്പുകുത്തിയെന്ന്. അപ്പോൾ ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ദാരിദ്ര്യവും സമ്പന്നതയും നൽകുന്നത് യഹോവ തന്നെ, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. അതായത് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുപോലെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യമായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബൈബിളിൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ, നമ്മൾ പുസ്തകങ്ങൾ നോക്കുമ്പോൾ, ബൈബിളിൻ്റെ ചരിത്രത്തിലും പലപ്പോഴും ദാരിദ്ര്യം, ക്ഷാമം ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷെ തൻ്റെ ഭക്തന്മാരെ ദൈവം കുറവില്ലാതെ കാത്ത് പരിപാലിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു, 100 മേനി കൊയ്തു. ക്ഷാമകാലത്ത് വിതച്ചു, 100 മേനി കൊയ്തു. കാക്കയെ കൊണ്ട് വരെ ആഹാരം കൊടുപ്പിച്ച സാഹചര്യങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഡേറ്റ്സ് ബൈബിൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 63 ലക്ഷം ആളുകളെ 40 വർഷം മരുഭൂമിയിൽ പോറ്റി പുലർത്തിയ ഒരു ദൈവം. ഇന്ന് ലോകത്തിൽ ഒരു ഗവൺമെൻറ്റും ആ റിസ്ക് എടുക്കുകയില്ല. അമേരിക്ക ഗവൺമെൻറ് ഇപ്പോൾ അവിടുത്തെ കുടിയേറ്റക്കാരെ 2 ലക്ഷത്തിൽ താഴെ വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് ഒഴിപ്പിക്കണമെങ്കിൽ കോടികൾ മുടക്കണം. പിടിച്ചു കെട്ടി കയ്യിലും കാലിലും വിലം കിട്ട് സൈനിക വിമാനത്തെ കയറ്റി അവനവൻ്റെ രാജ്യത്ത് കൊണ്ട് കളയുന്നതിനാണ് ഇത് പറയുന്നത്.
അതുപോലും വലിയ ഫണ്ട് വേണ്ടി വരുന്ന ഒരവസ്ഥയിലോട്ട് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ 63 ലക്ഷം ജനത്തിനെ 40 വർഷം മരുഭൂമിയിൽ പോറ്റി എന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണ്. ഒരു ഹോട്ടലുകാരനില്ല, ഒരു കാറ്ററിംഗുകാരനില്ല, ഇൻ്റർനെറ്റ് സേവനങ്ങളില്ല, മൊബൈൽ സംവിധാനങ്ങളില്ല, വോക്കി ഡോക്കി സംവിധാനങ്ങളില്ല. ഒരറ്റത്തിൻ്റെ മുൻ നേതൃത്വം ഒരു തലയിൽ നിൽക്കുമ്പോൾ ഇങ്ങേ അറ്റത്ത് എന്ത് നടക്കുന്നെന്ന് അറിയാൻ പോലും ഒരു വഴിയില്ല. പക്ഷെ ദൈവം കൊണ്ടുപോയി. നമ്മൾ വായിക്കുന്നത് വസ്ത്രം കീറിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല, ഇതാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ധൃതിയിൽ ഇറങ്ങിപ്പോകുന്നവരുടെ അവരിടയ്ക്ക് അവിടെ ചെരുപ്പുകട ഉണ്ടായിരുന്നു, നല്ല ജൗളിക്കട ഉണ്ടായിരുന്നു എന്നൊന്നും വായിക്കുന്നില്ല. അപ്പോൾ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഈ തേയാതിരുന്നു എന്ന് മാത്രമല്ല, ചെരുപ്പ് വലുതാവുകയും ചെയ്തു. വസ്ത്രം കീറിയില്ലെന്ന് മാത്രമല്ല, വസ്ത്രം വലുതാകുകയും ചെയ്തത് വസ്ത്രം വൃത്തിയായിട്ട് നിന്നതോടെ വേണം നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത്രയും അത്ഭുതകരമായി പോറ്റിയ ഒരു ദൈവത്തോട്, ആ ദൈവമാണ് ഇവിടെ പറയുന്നു ദാരിദ്ര്യവും സമ്പത്തും നൽകുന്നത് യഹോവ തന്നെ, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. അപ്പോൾ ഈ ദാരിദ്ര്യവും താഴ്ത്തലും ഒക്കെ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് അനുവദിക്കുന്നവനോട് അപേക്ഷിക്കണം, അല്ലെങ്കിൽ നിലവിളിക്കണം. ഞാൻ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, നമ്മളൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ദൈവം അറിയാതെയല്ല. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമേ എന്ന് അവനോട് നിലവിളിക്കുക എന്നതല്ലാതെ അതിന് വേറൊരു വഴിയില്ല. ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും, എന്നതാണെങ്കിലും കണ്ണുനീരോടും നിലവിളിയോടും കൂടി ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. ദൈവം ദാരിദ്ര്യം അനുവദിക്കുന്നത് വിനയപ്പെടാൻ വേണ്ടിയാണെന്ന് നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുന്നുണ്ട്, 8-ാം അധ്യായത്തിൽ. ദൈവം ദാരിദ്ര്യം അനുഭവിക്കുന്നത് വിനയപ്പെടാൻ വേണ്ടിയാണ്. ഇവിടെ വെച്ചും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ, ഈ വിനയപ്പെടാൻ വേണ്ടി അനുവദിക്കുന്ന സമയത്തും കൂടെ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ചിലപ്പോൾ ഈ ദാരിദ്ര്യത്തിൽ തന്നെ ആൾ മരിച്ചു പോയെന്നും വരാം. ദാരിദ്ര്യം തന്നെ ഇങ്ങനെ ഉന്തി തള്ളി കൊണ്ടുപോയി അവസാനം മരിച്ചു പോയെന്നും ചിലപ്പം വരാം. ഇനി അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എങ്ങനെയാണെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യത്തിലൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ ഒരനുഗ്രഹത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നമുക്ക് മലയാളം ബൈബിളിൽ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഒറിജിനലായിട്ട് അത് എങ്ങനെ എഴുതിയേക്കുന്നതെന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി 24:59-60. അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ശുശ്രൂഷക്കാരിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും യാത്രയാക്കി. അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോട്, ഞങ്ങളുടെ സഹോദരി, നീ 1000-10,000 അമ്മയായി തീരട്ടെ. നിന്റെ സന്തതികൾ അവരുടെ ശത്രുക്കളുടെ പടിവാതിലുകൾ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്ന നീ 1000-1000 വർദ്ധിക്കട്ടെ എന്ന് എഴുതിയേക്കുന്നു. ആ ബൈബിളിൽ എഴുതിയേക്കുന്നത് 1000-10,000 നീ 1000-10,000 അമ്മയായി തീരട്ടെ എന്നൊക്കെ എഴുതിയേക്കുന്നതെങ്കിലും ആംപ്ലിഫൈഡ് വേർഷനിൽ അത് എഴുതിയേക്കുന്നത് thousands of 10,000s എന്ന് പറഞ്ഞാൽ 10,000-ങ്ങളുടെ 1000-ങ്ങളായി വർദ്ധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചത്. 10,000-ങ്ങളുടെ 1000-ങ്ങൾ. ഒരുമാതിരിപ്പെട്ട സത്യവേദ പുസ്തകത്തിലൊക്കെ എഴുതിയേക്കുന്നത് നീ 1000-1000 വർദ്ധിക്കട്ടെ എന്നാണ്, 1000-1000. എന്നാൽ ഇത് മൂലഗ്രന്ഥത്തിൽ അത് എഴുതിയിരിക്കുന്നത് 10,000-ങ്ങളുടെ 1000-ങ്ങളായിട്ട്. അത് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ 10,000-ങ്ങളുടെ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 കോടിയാവും. 10,000-ങ്ങളുടെ 1000-ങ്ങൾ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പല കോടികളാകും. എന്നാൽ തമിഴ് ബൈബിളിൽ അത് എഴുതിയേക്കുന്നത് നീ കോടിയായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ്. നീ കോടിയായി അനുഗ്രഹിക്കപ്പെടട്ടെ. അതായി തർജ്ജമയ്ക്കകത്ത് വന്ന മിസ്റ്റേക്കുകൾ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിൽക്കേണ്ടതുപോലെ നിലനിന്നാൽ, ദൈവത്തോട് നിലവിളിക്കേണ്ടതുപോലെ നിലവിളിച്ചാൽ, ദൈവവചനം പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ, ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതിൽ ആഴങ്ങളനുസരിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സമൃദ്ധിയെ നമുക്ക് വർണ്ണിക്കാനൊന്നും പറ്റിയല്ല. ഒരു പേരക്കായുടെ ഒരു അരി എടുത്താൽ ഒരു ശകലമേ ഉള്ളൂ, ഒരു മല്ലിയുടെ അരിയുടെ അത്ര ഉള്ളത്. പക്ഷേ ആ ഒരു അരിക്കകത്തുനിന്ന് ഒരു പേരത്തൈ ഉണ്ടായിട്ട് പിന്നീട് ഉണ്ടാകുന്ന പേരക്കായകൾ തന്നെ അവിടെ നിലനിൽക്കുകയാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരക്ക ഉണ്ടാകുന്നത്. ഒരു ചക്കക്കുരു എടുത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ചക്കക്കുരുവിൽ നിന്നൊരു പ്ലാവ് ഉണ്ടായിട്ട് പിന്നീട് ഉണ്ടാകുന്ന ചക്കയുടെ കുരുകളോ ചുളകളോ എണ്ണാമെങ്കിൽ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്. അത് ഒരു പഴുക്ക കുഴിച്ചിട്ടിട്ട് ഒരു കവുങ്ങുണ്ടായാൽ പിന്നെ അവത്തേന്ന് പറിക്കുന്നത് കോടിക്കണക്കിന് പഴുക്കായ. ലക്ഷങ്ങളെന്ന് പറയാൻ പറ്റിയല്ല, അതിന് മുകളിലോട്ട് പോകും.
ഇവിടെ വചനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 24:59-60 ഒരു അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് അന്ന് പറയും, എൻ്റെ സഹോദരി, നിങ്ങൾ 10,000s ഓഫ് 10,000s, 10,000ങ്ങളുടെ ആയിരങ്ങളായിട്ട് വർദ്ധിക്കട്ടെ എന്നും. ഈ മലയാളം ബൈബിളിൽ 50% തർജ്ജമയ്ക്കകത്ത് മിസ്റ്റേക്കുണ്ട്. എഴുതി വച്ചേക്കുന്നതിനകത്തെല്ലാം മിസ്റ്റേക്കുണ്ട്. 10,000ങ്ങളുടെ ആയിരങ്ങൾ എന്ന് എഴുതിയെടുത്ത് നീ 1000 വർദ്ധിക്കട്ടെ എന്ന് എഴുതി വെച്ചു. ചില വേർഷനിലൊക്കെ ഇപ്പോൾ പകുതിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാൽ 10,000ങ്ങളുടെ ആയിരങ്ങളായിട്ട് ദൈവത്തിന് വർദ്ധിപ്പിക്കാൻ കഴിയും, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതുപോലെ നിന്നാൽ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ജീവിതം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ, സകലതും നഗ്നവും മലർന്നതുമായി തൻ്റെ മുമ്പിൽ കിടക്കുന്നു എന്ന് അരുളി ചെയ്ത, ഹൃദയങ്ങളിൽ സംസാരിക്കുന്നത് പോലും കാണുവാൻ കഴിവുള്ള, ഹൃദയത്തിൽ ചിരിച്ചാൽ പോലും പരിഹസിച്ചാൽ പോലും തിരിച്ചറിയാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ യോഗ്യമായി ചെയ്തിട്ട് 10,000ങ്ങളുടെ ആയിരങ്ങളായി വർദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം കേൾവിക്കാരിൽ ഓരോരുത്തരുടെയും മുകളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങനെ വരുമ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ മനുഷ്യനെ ദൈവം ഭൂമിയിൽ എന്തിനാണ് സൃഷ്ടിച്ചതെന്നും ഭൂമിയിലെ അവൻ്റെ ചെറിയ കാലത്തെ ജീവിതം എന്തിനാണെന്നും അതിനപ്പുറം നിത്യതയിൽ കർത്താവിനോടൊത്ത് വസിക്കുവാൻ കർത്താവെ അവരെ യോഗ്യരാക്കേണ്ടതിനുള്ള വെളിപ്പാടും സന്തോഷവും നൽകി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന്, അതിലേക്കുള്ള പ്രയത്നത്തിന് വേണ്ടി പണിയെടുക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.